ഫസ്റ്റ് ഇനീഷ്യലി ഇതും 0 ആയിരിക്കും, ടെൻസ് പ്ലേസും 0 ആയിരിക്കും, വൺസ് പ്ലേസും 0 ആയിരിക്കും. അപ്പം 0 0 ഇത് ഫസ്റ്റ് ഇങ്ങനെ പോകും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലോക്കിൻ്റെ എഡ്ജ് വരുമ്പം നെഗറ്റീവ് ഓർ പോസിറ്റീവ് എഡ്ജ്, എനിക്ക് തോന്നുന്നു ഇത് പോസിറ്റീവ് എഡ്ജ് ആയിരിക്കണം, അല്ല നെഗറ്റീവ് എഡ്ജ് തന്നെ ആയിരിക്കണം, ഉറപ്പില്ല, കറക്റ്റ് ഉറപ്പില്ല, എന്തായാലും ഫസ്റ്റ് ടെൻസ് പ്ലേസിൽ 0, വൺസ് പ്ലേസിൽ 0. എന്നിട്ടൊരു ക്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ വൺസ് പ്ലേസിലേക്കാണ് നമ്മൾ ഡയറക്റ്റ്ലി ക്ലോക്ക് കൊടുത്തത്, കണ്ടില്ലേ? ഇതാ വൺസ് പ്ലേസിലേക്കാണ് ഫസ്റ്റ് ഡയറക്റ്റ്ലി ക്ലോക്ക് വൺസത്തെ സ്ഥാനത്തിലേക്ക് കൊടുത്തത്. സോ ദാറ്റ് ഇവിടെ ക്ലോക്ക് വന്നു, QA എന്ന് പറഞ്ഞാൽ ഔട്ട് മാറും, എന്ന് പറഞ്ഞാൽ 1 മാറും, ഇവിടെ 1 ആവും. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഔട്ട് ഇവിടേക്ക് എത്തിയിട്ടില്ല, അതായത് രണ്ടാമത്തെ IC-ലേക്ക് ഇവിടുന്ന് എത്തില്ല, ഇത് മാത്രമേ പോകുള്ളൂ. അപ്പം QA 1 ആയി, അന്നപ്പോൾ ഇത് ബീൻ്റെ ഇൻപുട്ടായി. എന്നിട്ട് ഇവിടെ അതായത് മോഡ് 5 കൗണ്ടറിലേക്ക് എത്തും, അത്രേ എത്തുള്ളൂ, ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് നടക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് 1 ആയി. എന്നിട്ട് നെക്സ്റ്റ് ക്ലോക്ക് പോകും, അന്നപ്പം ഇത് 2 ആവും, പക്ഷേ ഇത് ഇനി അപ്പോഴും 0 തന്നെ. പിന്നെ 0 ഉള്ളത് 3 ആവും, 0 ഉള്ളത് 4 ആവും, 0 ഉള്ളത് 0 5 0 6 0 7 0 8 0 9 ആയി. 9 ഇത് നമ്മളെ കയ്യിലുള്ളത് BCD സാധനമാണ്, IC BCD ആണ്. സോ ദാറ്റ് 9ൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ആലോചിച്ച് നോക്ക്. ഈ ഒരു 7 സെക്കൻഡ് ഡിസ്പ്ലേയിൽ എനിക്ക് 1 2 3 4 എങ്ങനെ 4 5 6 7 8 9 ഇത്രയല്ലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 10 എന്ന് പറഞ്ഞൊരു സാധനം ഇതിൻ്റെ അകത്ത് കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ് ഈ 10 പറ്റില്ല, 9 വരെ പോകുള്ളൂ. 9 കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഔട്ടുണ്ടല്ലോ, ഈ ഔട്ട് QD എന്നുള്ളത് QD 1 ആയി. QD 1 ആകുമ്പം ഇവിടെ നിന്ന് നേരെ ഔട്ട് പോകുന്നു Aയിലേക്ക്. അന്നപ്പോൾ എന്താവും, ഇതിൻ്റെ ഇവിടെ ഉള്ളത് 1 ആവുന്നു. അപ്പം നേരെ തിരിച്ച് അത് 9 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യുമ്പോൾ 0 ആണല്ലോ, അതായത് മോഡ് 10 കൗണ്ടറിൽ 0 9 കഴിഞ്ഞാൽ പിന്നെ 0 തന്നെ വരും. അപ്പോൾ 0 ആയി. അപ്പം പിന്നെ 1 ഇവിടെ 1 തന്നെ 1 ആവും. 1 2 1 3 1 4 അങ്ങനെ പോയി 60 എത്തും. 6 0, അതായത് 6 0 6 1 6 2 6 3 6 8 കഴിഞ്ഞാൽ 6 9 വന്നു. 6 9 കഴിഞ്ഞിട്ട് 70 ആവും. 70 ആയി കഴിഞ്ഞാൽ എന്താവും, നമ്മളെ ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ ഇവിടെ ആൻഡും കൊടുത്തിട്ടുണ്ട്, അതായത് QB QC QDയും കൂടെ എത്തിയിട്ട് ആൻഡ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും റീസെറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇവിടെ റീസെറ്റ് ഇത്രയും ഇതൊക്കെ കൂടി കൊടുത്ത് റീസെറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അന്നപ്പം ഇതിൽ ഞാൻ എവിടെയെങ്കിലും ഒന്നല്ല, ഈ രണ്ടാമത്തെ ടെൻസ് പ്ലേസിലത്തെ സാധനം 7 എപ്പോൾ എത്തിയോ, ആ ടെൻസ് പ്ലേസിൽ എപ്പോൾ 7 എത്തിയാണെങ്കിലും ആ മൊമെൻറ്റിൽ തന്നെ കട്ടാക്കണം, റീസെറ്റ് ആക്കണം എല്ലാത്തിനെയും. അപ്പോൾ ഇത് തിരിച്ച് റീസെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം മാറി 0 0 എന്ന് പറഞ്ഞ ഫോമിലേക്കാവും. എന്ന് പറഞ്ഞാൽ എല്ലാതും 0 0, അയ്യോ ഇങ്ങനെയല്ല, 0 0 എന്നാവും, ഏത് ടെൻസ് പ്ലേസും വൺസ് പ്ലേസും. ഇങ്ങനെയാണ് ഈ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേക്ക് വർക്ക് ചെയ്യുക. നമുക്ക് LED ആവാൻ ചാൻസ് വളരെ കുറവാണ്, LED-ലേക്ക് കൊടുക്കാൻ പറയുന്നുണ്ടാവില്ല മിക്കവാറും, നമുക്ക് ഈ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേക്ക് കൊടുക്കാനാണ് പറയാം. ഓക്കെ അല്ലേ?